റിയാലിറ്റി ഷോയിലൂടെയാണല്ലോ ഒരു പാട്ടിലേക്കുള്ള ചുവടുവെപ്പ് എന്ന് വേണേൽ പറയാല്ലേ, അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. റിയാലിറ്റി ഷോ എന്ന് പറയുന്ന എങ്ങനെയാണ് ഭദ്രയ്ക്ക് ഒരു എക്സ്പീരിയൻസ് സമ്മാനിച്ചത് ആ ഒരു കാലഘട്ടം? ആക്ച്വലി ഞാൻ ഒട്ടും സീരിയസ് ആയിരുന്നില്ല റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞിട്ട്. അവിടെ ചെന്നിട്ടാണ് കോമ്പറ്റീഷൻ മോഡിൽ, കാരണം ഞാൻ അതിനു മുമ്പ് സീരിയസ് ആയിട്ട് ഒരു കോമ്പറ്റീഷനും പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. സ്കൂളിൽ നിന്നൊക്കെ ഈ സബ് ജില്ല വരെ പോയി തിരിച്ചു വരും, അങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. അതും ഞങ്ങളുടെ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവിടുത്തെ സിസ്റ്റർമാരൊക്കെ ഇങ്ങനെ ഉന്തിത്തള്ളി വിടും, അതുപോലെ ഒന്നും തിരിച്ചു വരും. ഡിസ്ട്രിക്റ്റ് പോലും ഞാൻ പോയിട്ടില്ല. അപ്പൊ എനിക്ക് ഒട്ടും സീരിയസ് ആയിരുന്നില്ല കോമ്പറ്റീഷൻ. പിന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ അച്ഛനും അമ്മയും പറയാറ്, കോമ്പറ്റീഷന് വേണ്ടിയിട്ടല്ല മ്യൂസിക് പഠിക്കേണ്ടത്, നിനക്ക് വേണ്ടിയിട്ട് നീ മ്യൂസിക് പഠിക്കണം, നിന്റെ ഉള്ളിൽ നിന്ന് പാട്ട് വരണം. അതാണ് അച്ഛനും അമ്മയും എപ്പോഴും പറഞ്ഞു തന്നേക്കണ കാര്യം. അപ്പോൾ എനിക്ക് ഞാൻ ഒട്ടും സീരിയസ് ആയിരുന്നില്ല കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ റിയാലിറ്റി ഷോ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാനും അമ്മയും കൂടെ ചുമ്മാ ഇതിൽ കണ്ടപ്പോൾ ജസ്റ്റ് മെസ്സേജ് അയച്ച് അങ്ങനെ കിട്ടി. എന്നാൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ജസ്റ്റ് അങ്ങനെ പോയതാണ്. അവിടെ ചെന്നിട്ടും ഞാൻ സീരിയസ് ആയിരുന്നില്ല. എനിക്ക് പക്ഷെ ഞാൻ ക്വാർട്ടർ ഫൈനലൊക്കെ വരെ വന്നു, ഞാൻ ഔട്ടായി. അവിടെ നിന്ന് ഞാൻ സ്റ്റീഫൻ ചേട്ടനും എം ജയചന്ദ്രൻ സാറ്, ദീപക് സാറ്, അൽഫോൺസ് സാറ്, ഇവരായിരുന്നു നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ഫുൾ ടീം. അപ്പം അവരുടെ ഒരു ഗൈഡൻസ് കാരണമാണെന്ന് തോന്നുന്നു എനിക്ക് മ്യൂസിക് എനിക്ക് പെർസ്യൂ ചെയ്യാൻ ഒരു ആഗ്രഹം വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഗുരുജിയുടെ അടുത്ത് ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് എൻ്റെ ഗുരുജിയുടെ അടുത്ത് ഒരു 14 years ബാക്ക്. സാറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഭയങ്കര ഞാൻ ഉറപ്പിച്ചത്, ദിസ് ഇസ് മൈ പാത്ത്, ഇതിൽ കൂടെ ഞാൻ പോയിക്കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഞാൻ വളരും എന്നുള്ളത് എനിക്ക് ആ ഒരു വെളിപാടുണ്ടായത്, എൻലൈറ്റ്മെന്റ് ഉണ്ടായത് സാറിൻ്റെ അടുത്ത് പോയ പിന്നെയാണ്. അതാണ് റിയാലിറ്റി ഷോ. എനിക്ക് റിയാലിറ്റി ഷോ അല്ലാണ്ട് എനിക്ക് ഞാൻ പറഞ്ഞ ഒട്ടും സീരിയസ് ആയിരുന്നില്ല. ഐ വാസ് വെരി കൂൾ. അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന് തന്നെ എനിക്കൊരു ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ സമീപകാലങ്ങളിൽ വന്ന കുറേ ഗായകന്മാരെ ഈ റിയാലിറ്റി ഷോയിലൂടെ വന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ റിയാലിറ്റി ഷോ ശരിക്കും ഒരു മത്സര ബുദ്ധിയോടുകൂടി ഉണ്ടാവുന്നുണ്ട്. അതാവണം എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. നമുക്ക് പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരും നമ്മൾ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് വിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതല്ല. നമുക്ക് അതും കഴിഞ്ഞിട്ടും ഉണ്ട് ഒരു ജീവിതം. അവിടെ എന്താണ് നമ്മളുടെ പാത്തുന്നുള്ളതും നമ്മൾ നേരത്തെ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. സമ്മാനം കിട്ടിയെന്ന് വെച്ചിട്ട് അയാൾ വലിയ ഗായിക ആവണം എന്നില്ല. കാരണം അത് ആ സമയത്ത് അവരുടെ ലക്കാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ റിയാലിറ്റി ഷോയിൽ ഇപ്പൊ റിയാലിറ്റി ഷോയിൽ നിന്ന് വന്ന കുറേ സിംഗേഴ്സ് ഉണ്ട്. ഇപ്പൊ ജോബ് കുര്യൻ, മൃദുല വാര്യർ, അങ്ങനെ കുറേ പേരുണ്ട്. ഇവരൊക്കെ വിന്നേഴ്സ് അല്ല. അവരൊക്കെ അത് കഴിഞ്ഞിട്ട് മ്യൂസിക്കിനെ നല്ല രീതിയിൽ പെർസ്യൂ ചെയ്തത് കാരണമാണ് അവരൊക്കെ ഇപ്പോഴും ഈ ഫീൽഡിൽ നിൽക്കണതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഞാനും. ഈ പിന്നണി ഗാനരംഗത്തേക്ക് വരണമെങ്കിൽ റിയാലിറ്റി ഷോയിൽ വരണം എന്നുള്ള ഒരു പ്രവണത ഉണ്ടോ ഇപ്പൊ കേരളത്തില്? എനിക്ക് തോന്നണില്ല. കുറച്ചും കൂടി എല്ലാവർക്കും ഫെമിലിയർ ആവും, ആ ഫേസ് ഒന്ന് ഫെമിലിയർ ആവും എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പാട്ട് എപ്പോഴും നല്ലതാണെങ്കിൽ തന്നെ പ്ലേബാക്ക് സിംഗിങ്ങിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്തായാലും. ഈ മുൻകാലങ്ങളിൽ ഇപ്പൊ പറഞ്ഞ നമുക്കൊരു KS ചിത്ര അല്ലെങ്കിൽ സുജാത, അങ്ങനെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അതിന് മുമ്പാണെങ്കിൽ സുശീലാമ്മ, അങ്ങനെ നമ്മൾ പറയുന്ന ഒരു കാറ്റഗറീസ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഗായകന്മാരാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു എൻട്രിക്ക് മുൻകാലത്തിനേക്കാൾ ഈസി ആണോ ഇപ്പം പിന്നണി ഗാനരംഗത്ത്? എൻട്രി എനിക്ക് തോന്നുന്നു യെസ്. കാരണം ആർക്ക് വേണമെങ്കിലും പാടാം. ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടൊരു നല്ല എഞ്ചിനീയറും നല്ലൊരു പ്രൊഡക്ഷനും ചെയ്തു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പാടാമെന്നുള്ള ഒരു സ്ഥിതിയാണ്. പക്ഷെ നമ്മളൊരു ലൈവിൽ പോയി പാടുമ്പം ഇറ്റ്സ് ഡിഫറെൻറ്റ്. കാരണം ലൈവിൽ എപ്പോഴും ഇതൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. നമ്മൾ പാടിയാൽ തന്നെ അത് ഓഡിയൻസ് സ്വീകരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു എന്താ പറയുക, ജസ്റ്റ് ആ ഫീൽഡിലേക്ക് കയറാൻ എളുപ്പമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു നിലനിൽക്കണമെങ്കിൽ അത് ഉള്ളിൽ നിന്ന് തന്നെ വരണം. നമ്മുടെ തൊണ്ടയിൽ ഉണ്ടാവണം, നമ്മുടെ മനസ്സിലും അത് ഉണ്ടാവണം എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. റിയാലിറ്റി ഷോയിൽ ആരോഗ്യപരമായ മത്സരങ്ങളൊക്കെ തന്നെയാണോ നടക്കാറ്? ഒരു അനുഭവസ്ഥ എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. അതിന്റെ ഭാഗമായി നിന്നൊരാളെന്ന നിലയിൽ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ആരോഗ്യപരമായ മത്സരങ്ങളൊക്കെ തന്നെയാണ്? ആക്ച്വലി എനിക്കറിയില്ല. കാരണം ഞാൻ അത് കൂടുതൽ ഞാൻ ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒട്ടും സീരിയസ് ആയിരുന്നില്ല. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എന്തോ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ
അന്ന് ഞാൻ ഔട്ടായി പോകുന്നത് കാരണമാണ് ഞാൻ പിന്നീട് സീരിയസ് ആയത് മ്യൂസിക്കിൽ. എനിക്ക് മ്യൂസിക് പെർസ്യൂ ചെയ്യണം, അതാണ് എൻ്റെ പാത്ത്. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഔട്ടായി പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം എൻ്റെ കുറവുകൾ എന്താണെന്ന് എനിക്ക് കുറേ അധികം മനസ്സിലായത് അവിടെ പോയ പിന്നെയാണ്. അതുവരെ എല്ലാവരും എന്നോട് പറയും നന്നായിട്ട് പാടും, നല്ല ശബ്ദമാണ് ഒക്കെ എല്ലാവരും പറയും. പക്ഷെ നമ്മുടെ എന്തൊക്കെ കുറവുകൾ ഉണ്ട് എന്ന് അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ചുറ്റിലും അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കാണുന്നത്. നമ്മൾ എന്തായാലും നമ്മളെ അവരുമായിട്ട് കമ്പയർ ചെയ്യും. അവരുടെ എന്താ പ്ലസ് പോയിന്റ് ഉള്ളത്, നമുക്ക് എന്താ നെഗറ്റീവ്, നമ്മുടെ പ്ലസ് പോയിന്റ് അവരുടെ നെഗറ്റീവും. അപ്പം അങ്ങനെ രീതിയിൽ നോക്കുമ്പോൾ റിയാലിറ്റി ഷോ ഇസ് ഗുഡ്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക്. പക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിച്ചോളണം എന്നില്ല. പലരും അത് കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ ഞങ്ങൾക്ക് എന്താ സമ്മാനം കിട്ടാണ്ടിരുന്നേ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് റിയാലിറ്റി ഷോ പൊക്കോണ്ടിരിക്കുന്നത്. പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ ഔട്ടായതിനെ പറ്റി വലിയ പതരാതെ കമന്റ്സും വീഡിയോ ലൈവൊക്കെ വരും. പക്ഷെ ഞാനിപ്പോ ഒരു റിയാലിറ്റി ഷോയിൽ നമ്മുടെ ഗ്രാൻഡ് ജൂറി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം എനിക്കറിയാം, കാരണം അവരുടെ നെഗറ്റീവ്സ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാത്തത് കാരണമാണ് അവർ അങ്ങനെ ഇടുന്നത്, അവരെന്തുകൊണ്ട് ഔട്ടായി പോയി എന്ന്. പലരും അത് സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അത് ചെയ്യാറില്ല. ഞാൻ എന്തോ സംഭവമാണ്, അതാണ് പല ആൾക്കാരുടെയും വിചാരം. നമ്മൾ ഇപ്പോഴും ഞാൻ സെൽഫ് അസസ് ചെയ്യാറുണ്ട്. എനിക്ക് എന്തോരം കുറവുകളുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ എത്രയും വലിയൊരു ഗുരുനാഥന്റെ അടുത്താണ് പഠിക്കുന്നത്. അദ്ദേഹം പാടി കേട്ടിട്ട് ഞാനൊക്കെ ഒന്നല്ല. അപ്പൊ നമ്മളെപ്പോഴും ആ ഒരു കമ്പാരിസൺ ആണ്. സാറിനെ പോലെ അയ്യോ എനിക്ക് എങ്ങനെ ഏത് കാലത്ത് പാടാൻ പറ്റുന്ന എപ്പോഴും വിചാരിക്കുന്നത്.